ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ഓം നമ ചണ്ഡികായൈ. ഓം ശ്രീ മഹാത്രിപുരസുന്ദരിയൈ നമഃ. നമ്മൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഒന്ന് ഓർമ്മിച്ചിട്ട് അടുത്തതിലേക്ക് പോകാം. അതായത് ആദ്യം പഠിച്ചിരുന്നത് ഒന്ന് വായിച്ച് പറഞ്ഞിട്ട്, അതായത് നമ്മൾ 2-ാം അധ്യായമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വിനിയോഗം വായിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ മുഴുവനും വായിക്കുന്നില്ല. നമ്മൾ കുറച്ച് വായിച്ചിട്ട് കുറച്ച് പഠിക്കുകയാണ്. അപ്പം ഋഷി സുമേധസ് മഹർഷി സുരത രാജാവിനോടും വൈശ്യനോടും ദേവിയുടെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ നമ്മുടെ മധുകൈടപന്മാരെ കൊന്ന കഥകളെല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞ് കഥ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ദേവാസുരമഭൂദ്യുദ്ധം പൂർണ്ണമപ്ത ശതംപുര മഹിഷേസുരാണാമധിപേ ദേവാനാം ച പുരന്തരേ. ദേവിയുടെ തമോ ഗുണപ്രധാനമായ അവതാരത്തെയും മധുകൈടപന്മാരുടെ വധത്തെയും പറ്റിയുള്ള കഥയെ വിവരിച്ച് രാജാവിനെ ധരിപ്പിച്ച ശേഷം രജോ ഗുണപ്രധാനമായ ദേവിയുടെ അവതാര കഥകളെപ്പറ്റി വിസ്തരിച്ച് പറയുന്നു. അസുരന്മാരുടെ അധിപതിയായി മഹിഷൻ എന്ന അസുരനുണ്ടായിരുന്നു. അന്ന് ദേവന്മാരുടെ ആധിപത്യം ഇന്ദ്രനായിരുന്നു പുരന്തരൻ ഇതായിട്ട്. അക്കാലത്ത് പൂർണ്ണമായ 100 വർഷം നീണ്ടു നിന്ന ദേവാസുര യുദ്ധമുണ്ടായി. അപ്പോൾ ഇതുവരെയും യുദ്ധങ്ങൾ ദേവന്മാരും അസുരന്മാരും തമ്മിലുണ്ടായെങ്കിലും ഇത്രയും വലിയ ഒരു യുദ്ധമുണ്ടായിട്ടില്ല. അപ്പം ദേവന്മാരും അസുരന്മാരും എന്തുവേണ്ട സർവവും അന്നുണ്ടാവുകയും നശിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതായത് അനിത്യമായവ, നിത്യമല്ലാത്തവയായിരുന്നു. ദേവത്വം ലഭിക്കുവാനായി ചിലർ പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മൾക്ക് ദേവത്വം കിട്ടാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷേ ആ ദേവത്വം എന്ന് പറയുന്നത് പരമപുരുഷാർത്ഥമായ മോക്ഷപദവിയാണ്. അപ്പോഴേ പൂർണ്ണമാവുള്ളൂ. അപ്പം അതിനായിട്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാനെന്ന് രാജാവിനോട് സുമേധസ് മഹർഷി പറഞ്ഞു കൊടുത്തു. എന്നിട്ട് തത്ര അസുരൈർ മഹാവീര്യേ ദേവസൈന്യം പരാജിതം ജിത്വാച സകലാൻ ദേവാൻ ഇന്ദ്രോഭൂന്മഹിഷാസുര. ആ മഹാവീര്യന്മാരായിരിക്കുന്ന അസുരന്മാർ ദേവസൈന്യത്തെ തോൽപ്പിച്ചു. മഹിഷാസുരൻ എല്ലാ ദേവകളെയും ജയിച്ച് ഇന്ദ്രൻ്റെ സ്ഥാനം കരസ്ഥമാക്കി. ദേവന്മാരെയെല്ലാം തോൽപ്പിച്ചിട്ട് ആ ഇന്ദ്രനെ അടിച്ചിറക്കിയിട്ട് ഇന്ദ്രൻ്റെ സ്ഥാനം പിടിച്ചെടുത്തു. തതപരാജിത ദേവാഹ പത്മയൂനീം പ്രജാപതിയും പുരസ്കൃത്യ ഗതാസ്തത്ര യത്രേശ ഗരുഡധ്വജൗ. ആ യുദ്ധത്തിൽ തോറ്റുപോയ ദേവന്മാർ ആ പരാജയശേഷം പത്മയൂനിയായ ബ്രഹ്മാവിനെ മുൻനിർത്തി വിഷ്ണു ഭഗവാനും ശ്രീപരമേശ്വരനും അധിവസിക്കുന്ന സ്ഥലത്തേക്ക് പുറപ്പെട്ടു. യഥാവൃത്തം തയോതസ്തമഹിഷാസുരചേഷ്ടിതം ത്രിദശ കഥയാമാസുർദേവാഭിഭവവിസ്തരം. അവിടെ വിഷ്ണു ശിവന്മാരുടെ മുൻപിൽ മഹിഷാസുരൻ്റെ ചേഷ്ടിതങ്ങളെയെല്ലാം പറ്റി പറഞ്ഞു കൊടുത്തു. അപ്പോൾ ദേവന്മാരുടെ പരാജയത്തെയും പറ്റിയുള്ള എല്ലാ വിവരങ്ങളും ദേവന്മാർ പറഞ്ഞു കേൾപ്പിച്ചു. സൂര്യേന്ദ്ര അഗ്നി അനിലേന്ദൂനാം യമസ്യ വരുണസ്യ ച അന്യേഷാം ച അധികാരാൻ സ സ്വയം ഏവാധിഷ്ഠ. സൂര്യൻ, ഇന്ദ്രൻ, അഗ്നി, അനിലൻ, ഇന്ദു, യമൻ, വരുണൻ എന്ന് വേണ്ട മറ്റെല്ലാ ദേവന്മാരുടെ അധികാരങ്ങൾ ആ മഹിഷാസുരൻ സ്വയം പിടിച്ചെടുത്തിരുന്നു. സ്വർഗാത് നിരാകൃത സ്വർഗാത് നിരാകൃത, സ്വർഗത്തിൽ നിന്ന് വിരമിച്ച ദേവന്മാർ എന്നർത്ഥം. സ്വർഗാത് നിരാകൃത സർവേ തേന ദേവഗണാ ഭുവി വിചരന്തി യഥാമർത്യ മഹിഷേണ ദുരാത്മന. ആ ദുരാത്മാവായ മഹിഷാസുരൻ സ്വർഗത്തിൽ നിന്നും ദേവകളെ ആട്ടിക്കളഞ്ഞിരിക്കുന്നു.
അവർ ഭൂമിയിൽ മനുഷ്യരെ പോലെ അലഞ്ഞു നടന്നു. അതായത് ദേവന്മാരെയെല്ലാം ആട്ടി ഓടിച്ച് പുറത്തേക്ക് കളഞ്ഞപ്പോൾ അവർ ഭൂമിയിൽ വന്നു. ഭൂമിയിൽ വന്ന് മനുഷ്യരെങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ അവർ ജീവിക്കാൻ തുടങ്ങി എന്നർത്ഥം. ഏതദ്വാങ്കഥിതം സർവ അമരാരിവിചേഷ്ടിതം ശരണം വപ്രപന്നാസ്മോ വതസ്തസ്യ വിചിന്യതാം. അതായത് ദേവശത്രുവായ മഹിഷാസുരൻ്റെ ഈ ചെയ്തികളെയെല്ലാം കേട്ടിട്ട് എല്ലാം വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ദേവന്മാർ ഇത്ര യുദ്ധങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്രയും വിഷമത്തിലായി അവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഭഗവാനോട് പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളല്ലാതെ മറ്റ് ശരണമില്ല. ആ മഹിഷാസുരനെ കൊന്ന് ഞങ്ങളുടെ ദുരിതങ്ങൾക്ക് ശാന്തി വരുത്തി തന്നാലും എന്ന് പ്രാർത്ഥിച്ചു. ഇത്തം നിശമ്യ ദേവാനാം വചാംസി മധുസൂദന ചകാരകോപം ശംഭുശ്ച ഭൃകുടീകുടിലാനനൗ. ഒന്നും കൂടെ വായിക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മ വരുത്താനാണ്. ആ പഠിച്ചത് ചിലപ്പോൾ ഓർമ്മ കാണില്ല, അതുകൊണ്ട്. അപ്പം മുമ്പേ പറഞ്ഞിട്ടുള്ള ദേവന്മാരുടെ സങ്കടമായ വാർത്തകളെല്ലാം കേട്ടിട്ട് വിഷ്ണു ഭഗവാന് ദേഷ്യമുണ്ടായി, പരമേശ്വരനും കോപിച്ചു. അപ്പോൾ അവർക്കൊക്കെ ക്രോധം ഉണ്ടായപ്പോൾ അവരുടെ എല്ലാം മുഖത്തെ ചില ഞരമ്പുകൾ മുറുകുകയും പുരികങ്ങൾക്ക് വളവ് സംഭവിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അതിഭയങ്കരമായി തീർന്ന അവരുടെ ആ കോപത്തിൻ്റെ ശക്തിയെ, ആ കോപത്തിൽ നിന്ന് ഒരു ശക്തിയുണ്ടായി. തതോ അതികോപപൂർണസ്യ ചക്രിണോ വദനാത് തഥാ നിശ്ചക്രാമമഹത്തേജോ ബ്രഹ്മണ ശങ്കരസ്യ ച. അധികം കോപം കൊണ്ട് പരിപൂർണനായിരിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ താമര പോലെയുള്ള മുഖത്തിൽ നിന്നും മഹത്തായിരിക്കുന്ന ഒരു തേജസ് പുറപ്പെട്ടു. അതേ അവസരത്തിൽ ബ്രഹ്മാവിൻ്റെയും ശങ്കരൻ്റെയും ശിവൻ മഹാദേവൻ്റെയും മുഖാരവിന്ദങ്ങളിൽ നിന്ന് അതുപോലെ തേജസ്സുകൾ പുറപ്പെട്ടു. അപ്പോൾ ഭഗവാന്റെ മുഖത്തു നിന്നൊരു തേജസ് വന്നു. അതേപോലെ മഹാദേവൻ്റെയും ബ്രഹ്മാവിൻ്റെയും മുഖങ്ങളിൽ നിന്നും തേജസ്സുണ്ടായി. അന്യേഷാം ചൈവ ദേവാനാം ശക്രാദീനാം ശരീരത നിർഗതം സുമഹത്തേജ തച്ചൈക്യം സമഗച്ഛത. പഠിച്ചതാ, നമ്മൾ ഓർമ്മിക്കാൻ വേണ്ടി വേഗം പറഞ്ഞു പോവാം. അപ്പോൾ ഇന്ദ്രൻ തുടങ്ങിയ മറ്റുള്ള ദേവന്മാരുടെ ശരീരങ്ങളിൽ നിന്നെല്ലാം ഇതുപോലെ മഹത്തുക്കളായ തേജസ്സുകൾ പുറപ്പെട്ടു. എന്നിട്ട് അതെല്ലാം കൂടി ഒരിടത്ത് ഒന്നിച്ചു കൂടി. അത് ഒരു അണ്ടമായി തീർന്നു, അല്ലെങ്കിൽ ആ തേജസ് എല്ലാം കൂടെ ഒന്നിച്ചൊരു ഇതായി തീർന്നു. അതെങ്ങനെയാണ് കണ്ടിരുന്നത്? അടുത്തതിൽ അതീവ തേജസാങ്കൂടം ജ്വലന്തമിവ പർവ്വതം ദദർശു സ്ത്രിദശ തത്ര. ദദർശു കണ്ടു, ത്രിദശന്മാർ ദേവന്മാർ കണ്ടു എന്നാണ് പറഞ്ഞത്. തത്ര ജ്വാലാവ്യാപ്ത ദിഗന്ധരം. അപ്പോൾ അത്യന്തം ജ്വലിച്ചു കൊണ്ടിരിക്കുന്നതും കണ്ടാൽ പർവ്വതം പോലെ തോന്നുന്നതും എല്ലാ ദിക്കുകളും വ്യാപിച്ചിരിക്കുന്നതുമായൊരു തേജ സമൂഹത്തെ ദേവന്മാർ അവിടെ കണ്ടു. അതാണ് ദദർശു ത്രിദശാക. ത്രിദശന്മാർ ദേവന്മാർ അവർ കണ്ടു. എന്നിട്ടോ അതിലെന്തത്ര തത്തേജ സർവദേവ ശരീരജം ഏകസ്തം തഥഭൂന്നാരി വ്യാപ്തലോകത്രയം ത്വിഷ. ത്വിഷ എന്ന് പറഞ്ഞാൽ ശോഭ. അപ്പം എല്ലാ ദേവതകളുടെയും ശരീരത്തിൽ നിന്ന് ഉത്ഭവിച്ച് ഒരിടത്ത് ചെന്നുകൂടിയ അതിന് തുല്യമായിട്ട് പറയാനൊന്നുമില്ലാത്ത ആ തേജസ് ഒരു സ്ത്രീയായി തീർന്നു, ഒരു സ്ത്രീയായി ചമഞ്ഞു. ആ സ്ത്രീയുടെ ശോഭ എല്ലാ ദിക്കുകളിലും പോരാ, ത്രിലോകം മുഴുവനും പരന്നു. അതായത് 3 ലോകങ്ങളും മുഴുവൻ പ്രകാശിപ്പിക്കത്തക്ക അത്ര ശോഭയായിരുന്നു ആ ദേവിക്ക്. അപ്പോൾ എല്ലാ ദിക്കുകളിൽ നിന്നല്ല, ത്രിലോകം മുഴുവനും വ്യാപിച്ചിരിക്കുന്ന ശോഭയോടുകൂടി ആ സ്ത്രീ ഒരു സ്ത്രീയായിട്ട് ഉണ്ടായി, ഒരു സ്ത്രീ ഉണ്ടായി. ഇനി ആ സ്ത്രീയെക്കുറിച്ച്, ആ ദേവിയെക്കുറിച്ചാണ് ഇനി പറയുന്നതല്ല. യഥഭോച്ഛാംഭവം ദേ തേജ യത് അഭൂത് ശാംഭവം തേനാ ജായത തന്മുഖം യാമ്യേന ചാഭവൻ കേശ ബാഹവോ വിഷ്ണു തേജസ.
ശംഭുവിൽ നിന്നുണ്ടായ തേജസ്, അതാണ് ശാംഭവം തേജ. ശംഭുവിൽ നിന്നുണ്ടായ തേജസ് സ്ത്രീരൂപമായി തീർന്നു, ശ്രീ ഭഗവതിയുടെ മുഖമായി പരിണമിച്ചു. ആ ഭഗവാന്റെ മഹാദേവനിൽ നിന്നുണ്ടായ തേജസ് ആ ദേവിയുടെ മുഖമായി തീർന്നു. യമൻ്റെ തേജസ് യമൻ്റെ തേജസ് ദേവിയുടെ കേശ എന്ന് പറഞ്ഞാൽ കേശങ്ങളായി തീർന്നു, തലമുടിയായി തീർന്നു. ബാഹവോ വിഷ്ണു തേജസ, മഹാവിഷ്ണുവിൽ നിന്നുണ്ടായ തേജസ് കൈകളായി രൂപാന്തരപ്പെട്ടു. അപ്പം ഇവിടം വരെയാണ് നമ്മൾ പഠിച്ചത്, നിർത്തിയത്. ഇനി അടുത്തത് നമുക്ക് 5-6 ശ്ലോകങ്ങൾ വായിച്ചിട്ട് അത് ഓരോന്നും വിവരിക്കാം. സൗമ്യേന സ്തനയോര്യുഗ്മം മധ്യമൈന്ദ്രേണ ചാഭവത് വാരുണേന ച ജംഘോരോ നിതംബസ്തേജസാഭുവാം. സൗമ്യൻ ചന്ദ്രൻ സോമൻ, സ്തനയോര്യുഗ്മം മധ്യമൈന്ദ്രേണ ചാഭവത്, മധ്യമൈന്ദ്രേണ സ്തനയോഹോ സ്തനയോര്യുഗ്മം ചാഭവത് വാരുണേന ച ജംഘോരു, ജംഘഃ ഉരു എന്നുണ്ട്, 2 എണ്ണം തുടകളാണ്. ഊരെന്ന് പറഞ്ഞാൽ തുടകൾ, ജംഘ എന്ന് പറഞ്ഞാൽ കണങ്കാല്. നിതംബഹ തേജസാ ഭുവഹ. ഇവിടെ പറയുന്നത് സൗമ്യേന സ്തനയോര്യുഗ്മം, സൗമ്യൻ ചന്ദ്രൻ്റെ തേജസ്സിൽ നിന്ന്, ആ സസ്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ചന്ദ്രൻ്റെ തേജസ്സിൽ നിന്ന്. അപ്പോൾ അവയെ കൊണ്ട് 2 സ്തനങ്ങളുണ്ടായി. കാരണം ലോകത്തിനെ മുഴുവൻ പോഷിപ്പിക്കുന്നത് ദേവിയുടെ സ്ഥാനം. അത്രയും പോഷകങ്ങൾ ദേവിയുടെ സ്ഥാനത്തിലുണ്ടെങ്കിലേ ലോകത്തെ മുഴുവൻ പരിപാലിക്കാൻ പറ്റും, അവർക്ക് ആഹാരം കൊടുക്കാൻ പറ്റും. അന്നപൂർണയാണ് ദേവി. അപ്പം അന്നം ഉണ്ടാകണമെങ്കിൽ അത് ആ ചന്ദ്രൻ്റെ തേജസ്സിൽ നിന്നാണ് സസ്യജാലങ്ങളൊക്കെ ഉണ്ടാകുന്നത്. നമ്മൾ കഴിക്കുന്ന സസ്യാഹാരം മുഴുവനും ദേവിയുടെ സ്തനങ്ങളായി തീർന്നു. അതായത് ആ ചന്ദ്രൻ്റെ തേജസ്സിൽ നിന്ന് ദേവിയുടെ 2 സ്തനങ്ങളുണ്ടായി. യുഗ്മം എന്ന് പറഞ്ഞാൽ 2, സ്തനയോഹോ 2 സ്തനങ്ങൾ. മദ്യം ഐന്ദ്രേണ ചാഭവത്, മധ്യഭാഗം മധ്യമൈന്ദ്രേണ. ഐന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ തന്നെയാണ്. അപ്പോൾ പ്രദേശമാകട്ടെ ഇന്ദ്രൻ്റെ തേജസ്സിൽ നിന്നും ഭവിച്ചു. അപ്പോൾ ആ ദേവിയുടെ ഉദരഭാഗം എന്ന് പറഞ്ഞാൽ മധ്യഭാഗം ഇന്ദ്രൻ്റെ തേജസ്സിൽ നിന്നും ഭവിച്ചു. അതാണ് അഭവത്, ഭവിച്ചു. വാരുണേന ച ജംഘോരു, വരുണൻ തന്നെ. അപ്പോൾ ആ വരുണൻ്റെ തേജസ്സിൽ നിന്ന് ജംഘകളും, ജംഘ എന്ന് പറഞ്ഞാൽ കണങ്കാലുകളും ഊരുക്കൾ എന്ന് പറഞ്ഞാൽ തുടകൾ. അപ്പോൾ കണങ്കാലും തുടകളും ആ വരുണൻ്റെ തേജസ്സിൽ നിന്നുണ്ടായി. നിതംബഹ തേജസാ ഭുവഹ ഭൂർഭുവ സ്വഹ, അല്ലേ? 3 ലോകങ്ങൾ. അതിൽ ഭുവഹ ഭൂമി, ആ ഭൂമിയുടെ തേജസ്സിൽ നിന്ന് ദേവിയുടെ അരക്കെട്ടുകളുണ്ടായി. അപ്പോൾ ഭൂമിയുടെ തേജസ്സിൽ നിന്ന് ദേവിയുടെ അരക്കെട്ടുണ്ടായി എന്ന്. നിതംബസ്തേജസാ ഭുവഹ സൗമ്യേന സ്തനയോര്യുഗ്മം മധ്യമൈന്ദ്രേണ ച അഭവത് വാരുണേന ച ജംഘോരു നിതംബസ്തേജസാ ഭുവാം. ചന്ദ്രൻ്റെ തേജസ് സ്തനയുഗ്മങ്ങളായും ഇന്ദ്രൻ്റെ തേജസ് ഭഗവതിയുടെ മധ്യപ്രദേശമായും വരുണൻ്റെ തേജസ് കണങ്കാലുകളും തുടകളുമായും ഭൂമിദേവിയുടെ തേജസ് ജഘനപ്രദേശമായും പരിണമിച്ചു. നിതംബം ജഘനം എന്നൊക്കെ പറഞ്ഞാൽ ഒന്നാണ്, അരക്കെട്ട് തന്നെയാണ്. അടുത്ത ശ്ലോകം. ബ്രഹ്മണ തേജസാ പാദൗ തഥാങ്കുല്യോർക്ക തേജസാം വസൂനാം ചകരാങ്കുല്യഃ കൗബേരേണ ച നാസിക. ഇവിടെ ബ്രഹ്മണ തേജസാ പാദൗ തഥാങ്കുല്യോർക്ക തേജസാ വസൂനാം ചകരാങ്കുല്യഃ
കൗബേരേണ ച നാസിക ബ്രഹ്മണ തേജസാ പാദോ ബ്രഹ്മാവിൻ്റെ തേജസ്സിൽ നിന്ന് ദേവിയുടെ പാദവും 2 പാദങ്ങൾ, അതാണ് പാദവും 2 ദ്വിവചനം, 2 പാദങ്ങളുണ്ടായി. തത് അങ്കുല്യോ അർക്കതേജസ ആ കാലുകളുടെ അങ്കുലികൾ, അങ്കുലി എന്ന് പറഞ്ഞാൽ വിരലുകൾ, ആ പാദങ്ങളിലെ വിരലുകളാകട്ടെ അർക്കതേജസ സൂര്യൻ്റെ തേജസ്സിൽ നിന്നുണ്ടായി. വസൂനാം ച കര അങ്കുല്യക വസു അഷ്ടവസുക്കൾ, ആ അഷ്ടവസുക്കളുടെ തേജസ്സിൽ നിന്ന് കരം കൈയാണ്, അങ്കുല്യം വിരലുകളാണ്, കയ്യിലെ വിരലുകളുണ്ടായി. കൗബേരേണ ച നാസിക കുബേരൻ, കുബേരനെയാണ് കൗബേരൻ എന്ന് പറഞ്ഞത്. വൈശ്രവണൻ, കുബേരൻ, കൗബേരനൊക്കെ കുബേരൻ്റെ പര്യായങ്ങൾ. അപ്പം ആ കുബേരൻ്റെ തേജസ്സിൽ നിന്ന് ദേവിയുടെ മൂക്കുണ്ടായി, നാസിക. അപ്പോൾ ബ്രഹ്മാവിൻ്റെ തേജസ് കൊണ്ട് പാദതലങ്ങളുണ്ടായി, ആദിത്യ തേജസ് കൊണ്ട് തൃക്കാൽ വിരലുകളുണ്ടായി, കാലുകളിലെ വിരലുകളുണ്ടായി, വസുക്കളുടെ തേജസ് കൊണ്ട് കൈവിരലുകളുണ്ടായി, വൈശ്രവണൻ്റെ വൈശ്രവണൻ കുബേരൻ, കുബേരൻ്റെ തേജസ് കൊണ്ട് നാസികയും ഉണ്ടായി. നാസിക എന്ന് പറഞ്ഞാൽ മൂക്ക്. തസ്യാസ്തു ദന്താസംഭൂതാക തസ്യാസ്തു ദന്താസംഭൂതാക പ്രാജാപത്യേന തേജസ നയനതൃതയം ജജ്ഞേ തഥാ പാവക തേജസ. തസ്യാസ്തു ദന്താസംഭൂതാക ദന്തം പല്ലുകൾ, സംഭൂതാക സംഭവിച്ചു, പ്രാജാപത്യേന തേജസ പ്രജാപതിമാരുടെ തേജസ്സിൽ നിന്ന്. അപ്പം ഭഗവതിക്ക് പ്രജാപതിമാരുടെ തേജസ്സിൽ നിന്ന് പല്ലുകളുടെ നിരകളുണ്ടായി, പല്ലുകൾ നിരനിരയായിട്ടല്ലേ, അപ്പോൾ പല്ലുകളുണ്ടായി. നയന തൃതയം ജജ്ഞ, ജജ്ഞ എന്ന് പറഞ്ഞാൽ ഉണ്ടായി, നയനം കണ്ണ്, തൃതയം എന്ന് പറഞ്ഞാൽ 3 കണ്ണുകൾ, 3 കണ്ണുകൾ എവിടെ നിന്നുണ്ടായി? തഥാ പാവക തേജസ്, പാവകൻ എന്ന് പറഞ്ഞാൽ അഗ്നി, അഗ്നിയുടെ തേജസ്സിൽ നിന്ന് സുന്ദരങ്ങളായ 3 കണ്ണുകളുണ്ടായി ദേവിക്ക്. അതാണ് തസ്യാസ്തു ദന്താസംഭൂതാക പ്രാജാപത്യേന തേജസ, പ്രജാപതിമാരെയാണ് പ്രാജാപതി എന്ന് പറഞ്ഞത്. പ്രാജാപത്യേന തേജസ നയനതൃതയം ജജ്ഞ, ജജ്ഞ എന്ന് പറഞ്ഞാൽ ഉണ്ടായി, 3 എന്ന് പറഞ്ഞാൽ 3, നയനം എന്ന് പറഞ്ഞാൽ കണ്ണ്, നയനതൃതയം 3 കണ്ണുകൾ. തഥാ അപ്രകാരം പാവക തേജസ, അപ്പോൾ പാവകൻ്റെ തേജസ്സിൽ നിന്ന് പാവകൻ അഗ്നി, അഗ്നിയുടെ തേജസ്സിൽ നിന്ന് 3 കണ്ണുകളുണ്ടായി. പ്രജാപതിയുടെ തേജസ്സിൽ നിന്ന് എന്തുണ്ടായി? പല്ലുകളുണ്ടായി എന്ന് പറഞ്ഞു. തസ്യാസ്തു ദന്താസംഭൂതാക പ്രാജാപത്യേന തേജസ നയനതൃതയം ജജ്ഞേ തഥാ പാവക തേജസ. അടുത്ത ശ്ലോകം. ഭ്രുവൗ ച സന്ധ്യയോസ്തേജഃ ശ്രവണാവനിലസ്യ ച, ശ്രവണൗ അനിലസ്യ ച. ഭ്രുവൗ, ഭ്രുവൗ എല്ലാം 2നെ കാണിക്കുന്നതാണ് ഔ. അപ്പം 2 പുരികങ്ങൾ. സന്ധ്യയോസ്തേജഃ, സന്ധ്യകൾ, സന്ധ്യ എന്ന് പറഞ്ഞാൽ ഉഷസന്ധ്യയും സായം സന്ധ്യയും. ഉഷസന്ധ്യ രാവിലത്തെയുള്ള പ്രഭാത സന്ധ്യയാണ് പറയുന്നത്. അപ്പോൾ ഉഷസന്ധ്യയും സായം സന്ധ്യയുമായ 2 സന്ധ്യകൾ, അവരുടെ തേജസ്സിൽ നിന്ന് എന്തുണ്ടായി? 2 സന്ധ്യകളുടെയും തേജസ്സിൽ നിന്ന് പുരികക്കൊടികളുണ്ടായി. ഭ്രൂ, ഭ്രൂഹു എന്ന് പറയും 2 എണ്ണം. 2 അവിടെ ഭ്രുവൗ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 പുരികങ്ങൾ ഭ്രുവൗ, ഭ്രുവായി പരിണമിച്ചു. പിന്നെ ശ്രവണൗ അനിലസ്യ ച, ശ്രവണൗ 2 എണ്ണം. എന്താണ് ശ്രവണം? കേൾക്കുന്നത്, ചെവി, കേൾക്കാൻ ഉപയോഗിക്കുന്ന ഇന്ദ്രിയത്തെയാണ് ചെവി എന്ന് പറയുന്നത്. അതാണ് ശ്രവണം. ആ 2 ചെവികൾ ശ്രവണൗ
രണ്ട് ചെവികൾ അനിലസ്യച്ച വായു ഭഗവാന്റെ തേജസ്സിൽ നിന്നുണ്ടായി. അപ്പോൾ ദേവിയുടെ പുരികക്കൊടികൾ 2 സന്ധ്യകളിൽ നിന്നും, ശ്രവണേന്ദ്രിയം അതായത് ചെവികൾ വായു ഭഗവാന്റെ തേജസ്സിൽ നിന്നും ഉണ്ടായി. എന്നിട്ട് അന്യേഷാം ചായേവ ദേവാനാം സംഭവ തേജസാം ശിവ. അന്വേഷാം മറ്റ് ഇനിയിപ്പോൾ പറയാത്ത എന്തെങ്കിലും തേജസ്സുകളുണ്ടെങ്കിൽ അതൊക്കെ മറ്റുള്ള ഇവരുടെ തേജസ് കൊണ്ട്, ഇവിടെ പറയാതിരുന്ന ഏതെങ്കിലും അവയവങ്ങളുണ്ടെങ്കിൽ ആ അവയവങ്ങളെല്ലാം ഉണ്ടായി. ഇങ്ങനെ രക്ഷാരൂപിണിയായ ശിവാഭഗവതി അവതരിച്ചു. ശിവ എന്ന് പറഞ്ഞാൽ മംഗളം എന്ന ഒരർത്ഥമുണ്ട്. അപ്പോൾ ആ മംഗളവതിയായ ആ ദേവി ശിവ എന്ന് പേര്, അങ്ങനെയും പറയാം. ദേവന്മാർ ആ ദേവിക്ക് ശിവ എന്ന് പേര് കിട്ടും, എല്ലാ മംഗളങ്ങളും നൽകുന്നവളായ ആ ദേവി. അപ്പോൾ ഇങ്ങനെ രക്ഷാരൂപിണിയാണ് ദേവി. അങ്ങനെയുള്ള ആ ദേവിക്ക് ഇനി പറയപ്പെടാത്ത ഏതെങ്കിലും എല്ലാ ദേവന്മാരുടെയും തേജസ്സിൽ നിന്ന് ഇനി പറയാത്ത അവയവങ്ങൾ ഏതൊക്കെയുണ്ടോ അതിൻ്റെ എല്ലാം ആ അവയവങ്ങളെല്ലാം ഉണ്ടായി. അങ്ങനെ ആ ദേവി അവതരിച്ചു. അതാണ് ഭ്രുവൗച സന്ധ്യോസ്തേജഃ ശ്രവണാവനിലസ്യ ച അന്യേഷാം ചൈവ ദേവാനാം സംഭവ തേജസാം ശിവ. സംഭവ എന്ന് പറഞ്ഞാൽ സംഭവിച്ചു, ഉണ്ടായി എന്നർത്ഥം. തതസമസ്തദേവാനാം തേജോരാശി സമുദ്ഭവാം താം വിലോക്യമുദം പ്രാപുഹു അമരാ മഹിഷാർദിതാഃ. തതഃ അനന്തരം സമസ്തദേവാനാം എല്ലാ ദേവന്മാരും തേജോരാശി സമുദ്ഭവാം എല്ലാ ദേവന്മാരും എല്ലാ ദേവകളുടെയും തേജസമൂഹത്തിൽ നിന്ന് സമുദ്ഭവിച്ചിരിക്കുന്ന ഭഗവതിയെ കണ്ടിട്ട് സന്തോഷിച്ചു. താം വിലോക്യ അവളെ കണ്ടിട്ട്. അപ്പം തഥ അനന്തരം എല്ലാ ദേവന്മാരുടെയും സമസ്ത ദേവാനാം തേജോരാശി സമുദ്ഭവം എല്ലാ ദേവന്മാരുടെയും തേജസ് സമൂഹങ്ങളിൽ നിന്നുണ്ടായ അവളെ താം എന്ന് പറഞ്ഞാൽ അവളെ വിലോക്യ കണ്ടിട്ട് മുദം പ്രാപുഹു മുദം സന്തോഷം അവരെ കണ്ടിട്ട് സന്തോഷം പ്രാപിച്ചു. അമരാ മഹിഷാർദിതാഹ മഹിഷനാൽ അർദ്ദിതരായ അമരന്മാർ എന്ന് പറഞ്ഞാൽ മഹിഷാസുരനാൽ പീഡിപ്പിക്കപ്പെട്ടവരായ ആ ദേവന്മാർ എന്നർത്ഥം. അപ്പം അമരാഹ എന്ന് പറഞ്ഞാൽ ദേവന്മാരെന്നും മഹിഷാർദ്ദിത എന്ന് പറഞ്ഞാൽ പീഡിപ്പിക്കപ്പെട്ടവരായ ദേവന്മാർ എന്നർത്ഥം. തതസമസ്തദേവാനാം തേജോരാശി സമുദ്ഭവാം താം വിലോക്യമുദം പ്രാപുഹു അമരാ മഹിഷാർദിതാഹ. അപ്പം അനന്തരം ദേവന്മാർ അവരവരുടെ ആയുധങ്ങളെയും ആഭരണങ്ങളെയും അത് വരുന്നേയുള്ളൂ. അനന്തരം മഹിഷാസുരൻ ഉപദ്രവിക്കയാൽ വിഷമിച്ചിരിക്കുന്ന എല്ലാ ദേവകളുടെയും തേജസമൂഹത്തിൽ നിന്ന് ആ ഉണ്ടായ ഭഗവതിയെ കണ്ടിട്ട് സന്തോഷിച്ചു. ഇനി അടുത്തത് എന്നാന്ന് ചോദിച്ചാൽ ദേവന്മാരെല്ലാം അവരുടെ ആഭരണങ്ങളും ആയുധങ്ങളെല്ലാം ദേവിക്കായിട്ട് കൊടുത്തു. അതായത് ദേവി ഇവരുടെ കർമ്മങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കായിട്ട് ഓരോ ദേവന്മാരെ നിശ്ചയിച്ചപ്പം അവർക്കായിട്ടുള്ള ആയുധങ്ങളെല്ലാം കൊടുത്തിരുന്നു. ആ ആയുധങ്ങളെല്ലാം ഇപ്പം ദേവിക്ക് തിരിച്ചു കൊടുക്കുകയാണ് അവർ. അപ്പം ഇനി അടുത്ത ശ്ലോകത്തിൽ ശൂലം ശൂലാദ് വിനിഷ്കൃഷ്യ ദദൗ തസ്യൈ പിനാകതൃക് ചക്രം ച ദത്തവാൻ കൃഷ്ണഃ സമുൽപാട്യ സ്വചക്രതഃ. ഇവിടെ ശൂലാദ് വിനിഷ്കൃഷ്യ മഹാദേവൻ്റെ കയ്യിലല്ലേ ശൂലമുള്ളത്. ആ ശൂലത്തിൽ നിന്ന് വേറൊരു ശൂലത്തെ ഉണ്ടാക്കി വലിച്ചെടുത്ത്, വിനിഷ്കൃഷ്യ എന്ന് പറഞ്ഞാൽ പിടിച്ചെടുക്കുക, വലിച്ചെടുക്കുക എന്നൊക്കെ അർത്ഥം.
അതിൽ നിന്ന് വേറൊരു ശൂലം പറിച്ചെടുക്കുക എന്നൊക്കെ പറയാം. അപ്പം ശൂലത്തിൽ നിന്ന് പറിച്ചെടുത്ത് ദദൗ തസ്യൈ അവൾക്കായിട്ട് കൊടുത്തു, അവൾക്കായി കൊണ്ട് കൊടുത്തു. ആരാ കൊടുത്തത്? ഇവിടെ ശിവന് പറഞ്ഞിട്ടുണ്ടോ, മഹാദേവന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. പിനാകതൃക്ക്, പിനാകം ധരിച്ചിരിക്കുന്നവൻ പിനാകി, പിനാകതൃക്ക് എന്നൊക്കെ അർത്ഥം. അപ്പോൾ പിനാകം ആരാ ധരിച്ചിരിക്കുന്നത്? മഹാദേവൻ. അപ്പോൾ പിനാകധാരിയായ മഹാദേവൻ ദേവിക്ക് തൻ്റെ കയ്യിലുള്ള ശൂലത്തിൽ നിന്ന് ഒരു ശൂലം പറിച്ചെടുത്തു കൊടുത്തു. അതായത് ഭഗവാന്മാരല്ലേ, ഉണ്ടാക്കാൻ പറ്റൂല വേഗം തന്നെ. തൻ്റെ ഇതുപോലെ തന്നെയുള്ള ആ ശൂലം ദേവിക്ക് കൊടുത്തു. അതേപോലെ ചക്രം ച ദത്തവാൻ കൃഷ്ണ, ചക്രം സുദർശന ചക്രം ആരുടെയിലാണ് ഉള്ളത്? മഹാവിഷ്ണുവിൻ്റെ കയ്യിൽ. ഇവിടെ കൃഷ്ണൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൃഷ്ണനും വിഷ്ണു എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പം കൃഷ്ണനാകട്ടെ ചക്രം ച ദത്തവാൻ, ചക്രം കൊടുത്തു, സുദർശന ചക്രം. അതെങ്ങനെയാണ് കൊടുത്തത്? ഉൽപ്പാട്യ എന്ന് പറഞ്ഞാൽ പറിച്ചെടുത്തു കൊടുത്തു. തൻ്റെ ചക്രത്തിൽ നിന്ന് വേറൊരു ചക്രം പറിച്ചെടുത്തു കൊടുത്തു എന്ന് പറഞ്ഞാലോ, തൻ്റെ ചക്രം തന്നെ അതിൽ നിന്ന് വേറെ അതേപോലെ വേറെ എണ്ണം ഉണ്ടാക്കിയിട്ട് ഭഗവാൻ അതിൽ നിന്ന് പറിച്ചെടുത്തു കൊടുക്കുന്ന പോലെ ദേവിക്ക് കൊടുത്തു, പറിച്ചെടുത്തു കൊടുത്തു എന്ന് പറഞ്ഞാൽ തൻ്റെ ആ സുദർശന ചക്രം കംപ്ലീറ്റായിട്ട് അങ്ങനെ ദേവിക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം തൻ്റെ സുദർശന ചക്രത്തിൽ നിന്ന് വേറൊരു ചക്രം എടുത്തു കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. അല്ലേ അതുപോലെ ഒന്ന് വേറെ ഉണ്ടാക്കി കൊടുത്തു. അപ്പം ശൂലാത് വിനിഷ്കൃഷ്യ, ശൂലത്തിൽ നിന്ന് ദദൗ തസ്യൈ പിനാകതൃക്ക്, ധൃക്ക് എന്ന് പറഞ്ഞാൽ ധരിച്ചിരിക്കുന്നവൻ. പിനാകം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ കയ്യിലുള്ള ഒരു ആയുധമാണ്. അതിൻ്റെ പിനാകം എന്ന് പറഞ്ഞാൽ തലയൂട്ടി ഒരു കമണ്ടലു പോലെ സാധനം അത് പിടിച്ചിട്ടുണ്ട്. അതാ ചക്രം ജതത്തവാൻ കൃഷ്ണ സമുൽപാട്യ സ്വചക്രതാം. അപ്പോൾ അനന്തരം ദേവന്മാർ അവരവരുടെ ആയുധങ്ങളെയും ആഭരണങ്ങളെയും ഭഗവതിക്കായിട്ട് കൊടുത്തു. പിനാകപാണിയായ ശിവൻ തൻ്റെ ത്രിശൂലത്തിൽ നിന്നും ഒരു ശൂലമുണ്ടാക്കി ഭഗവതിക്കായി സമർപ്പിച്ചു. ചക്രം ച ദത്തവാൻ കൃഷ്ണ സമുൽപാട്യ സ്വചക്രത. വിഷ്ണു ഭഗവാൻ തൻ്റെ ചക്രത്തിൽ നിന്നും ഉടനെ ഒരു ചക്രമുണ്ടാക്കി ആ ചക്രായുധത്തെയും കൊടുത്തു. ഇത്രയും മതി. ബാക്കി ഇനി വരുണൻ, മാരുതൻ എല്ലാവരും എന്താ കൊടുക്കുന്നത് അതെല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഇത്രയുമാണ് ഇത്. ശൂലാദ് വിനിഷ്കൃഷ്യ ദദൗ തസ്യൈ പിനാകതൃക്ക് ചക്രം ച ദത്തവാൻ കൃഷ്ണ സമുൽപാട്യ സ്വചക്രതാം. ഇനി ഇത്രയും ആദ്യം മുതൽ ഒന്നുകൂടി അങ്ങ് വായിക്കാം. ഇന്നെടുത്ത മാത്രം ഇത്രയും ഇന്ന് എടുക്കുന്നുള്ളൂ. സൗമ്യേന സ്തനയോര്യുഗ്മം മധ്യമൈന്ദ്രേണ ച അഭവത് വാരുണേന ച ജംഘോരു നിതംബസ്തേജസാ ഭുവാം ബ്രഹ്മണത്തേജസാ പാദൗ തദാങ്കുല്യോർക്കതേജസാ വസൂനാം ച കരാങ്കുല്യക കൗബേരേണ ച നാസിക തസ്യാസ്തു ദന്താ സംഭൂതാഃ പ്രാജാപത്യേന തേജസാ നയനത്രതയം ജജ്ഞേ തഥാ പാവക തേജസാ ഭ്രുവൗ ച സന്ധ്യയോസ്തേജഃ ശ്രവണാവനിലസ്യ ച അന്യേഷാം ചൈവ ദേവാനാം സംഭവസ്തേജസാം ശിവാ തതഃ സമസ്തദേവാനാം തേജോരാശി സമത്ഭവാം താം വിലോക്യമുദം പ്രാപുഃ അമരാ മഹിഷാർത്തിതാഃ ശൂലാദ് വിനിഷ്കൃഷ്യ ദദൗ തസ്യൈ പിനാകതൃക്ക് ചക്രം ച ദത്തവാൻ കൃഷ്ണ സമുൽപാട്യ സ്വചക്രതാം. അതായത് ഭഗവതിക്ക് ചന്ദ്രൻ്റെ തേജസ് സ്തനങ്ങളായും ഇന്ദ്രൻ്റെ തേജസ് മധ്യപ്രദേശമായും വരുണൻ്റെ തേജസ് കണങ്കാലുകളായും തുടകളുമായും ഭൂമിദേവിയുടെ തേജസ് കൊണ്ട് ജഘനപ്രദേശമായും പരിണമിച്ചു. പിന്നെ ബ്രഹ്മാവിൻ്റെ തേജസ് കൊണ്ട് പാദതലങ്ങളുണ്ടായി. ആദിത്യ തേജസ്സിൽ നിന്ന് അർക്കൻ എന്ന് പറഞ്ഞാൽ സൂര്യനാണ്. സൂര്യ തേജസ്സിൽ നിന്ന് കാലിലെ വിരലുകളും വസുക്കളുടെ തേജസ്സിൽ നിന്ന് കൈവിരലുകളും
കുബേരൻ്റെ തേജസ്സിൽ നാസികയും ഉണ്ടായി. ഭഗവതിക്ക് പ്രജാപതിമാരുടെ തേജസ്സാണ് ദന്തപംക്തിയായി തീർന്നത്, അതായത് പല്ലുകളുടെ നിര ഉണ്ടായി. പിന്നെ അഗ്നിയിൽ നിന്ന് സുന്ദരങ്ങളായ നയനങ്ങൾ, 3 നയനങ്ങളുണ്ടായി. 2 സന്ധ്യകളുടെയും തേജസ് ഭ്രൂവായി പരിണമിച്ചു. 2 സന്ധ്യ, സായം സന്ധ്യയും ഉഷസന്ധ്യയും. വായു ഭഗവാന്റെ തേജസ് കൊണ്ട് ചെവിയുണ്ടായി. മറ്റ് പറയപ്പെടാത്ത എല്ലാ ദേവന്മാരുടെ തേജസ് കൊണ്ടും ഇവിടെ പറയാതെ ഇരുന്ന എല്ലാ അവയവങ്ങളും ഉണ്ടായി. അങ്ങനെ രക്ഷയ്ക്കായിക്കൊണ്ട് ആ ദേവി അവതരിച്ചു. ആ ദേവിയുടെ പേര് ശിവാഭഗവതി. മംഗളത്തെ നൽകുന്ന ദേവി ശിവാഭഗവതിയായി തീർന്നു. ദേവന്മാർ അങ്ങനെ അങ്ങ് പേരുവിട്ടു. ഇനി അനന്തരം മഹിഷാസുരൻ ഉപദ്രവിക്കയാൽ വിഷമിച്ചിരുന്ന ദേവന്മാർ എല്ലാ ദേവകളുടെയും തേജസമൂഹത്തിൽ നിന്ന് സമുദ്ഭവിച്ച ഭഗവതിയെ കണ്ടിട്ട് സന്തോഷിച്ചു. പിന്നെ ദേവന്മാർ അവരവരുടെ ആയുധങ്ങളും ആഭരണങ്ങളും ദേവിക്ക് കൊടുത്തു. മഹാദേവൻ തൻ്റെ കയ്യിൽ നിന്ന് ശൂലത്തിൽ നിന്നൊരു ശൂലമുണ്ടാക്കി കൊടുത്തു. അങ്ങനെ ശ്രീകൃഷ്ണൻ തൻ്റെ കയ്യിലെ സുദർശന ചക്രത്തെ കൊടുത്തു. അങ്ങനെ എല്ലാ ആയുധങ്ങളും കൊടുത്ത് ദേവിയെ പ്രാപ്തയാക്കി. എന്തിന്? ഈ ആയുധങ്ങളെല്ലാം ദേവി തന്നെ അവരുടെ ഇവരെ ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ അവർക്ക് കൊടുത്ത ആയുധങ്ങൾ അത് ഈ മഹിഷാസുരനെ കൊല്ലാൻ വേണ്ടി തിരിച്ചു കൊടുത്തു. അത്രയേ ഉള്ളൂ. ഇതെല്ലാം ദേവിയുടെ തന്നെ ആയുധങ്ങൾ തന്നെയാണ്. അപ്പം അടുത്ത ക്ലാസ്സിൽ ബാക്കി വരും വരേക്കും ഹരിയും അമ്മേ നാരായണ.